നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് മഞ്ജുവിന്റെ അനിയത്തിയല്ലേ? അതെ അമ്മേ. മഞ്ജു എവിടെ? അകത്തുണ്ട്. അരയിൽ കെട്ടിയ ഏലസ് ഇപ്പോഴും ഉണ്ടോ? ആ ഉണ്ട്. എനിക്ക് മഞ്ജുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എല്ലാവരും ഒന്ന് മാറി നിന്നാൽ കൊള്ളാം. വാ മോളെ. ദിഗംബര, ഇവരുടെ കൂടെ പുറത്ത് നിൽക്ക്. വരൂ വരൂ. എനിക്ക് നിന്റെ ഏലസ് ഒന്ന് കാണണം. നിനക്ക് ഈ വീട്ടിലെ ബാക്കിയുള്ളവരെ പറ്റിക്കാൻ കഴിഞ്ഞെന്ന് വരും. പോലീസുകാരിയല്ലേ, പക്ഷേ എന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കരുതണ്ട. മനസ്സിലായില്ല. ഇത് ഞാൻ തന്ന ഏലസല്ല. തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ കാളീശ്വരി ഒന്നും അറിയരുതെന്ന്. ഞാൻ പറഞ്ഞിട്ടല്ല കാളീശ്വരി അറിഞ്ഞത്, ആ കുഞ്ഞാറ്റ വിളിച്ചറിയിച്ചതാ. ആര് വിളിച്ചറിയിച്ചിട്ട് വന്നതാണെങ്കിലും കാളീശ്വരി ഭാനുമതി അമ്മയോട് ഒരു അക്ഷരം മിണ്ടരുത്. അങ്ങനെ സംസാരിച്ച താമ്പിനെ രണ്ടു കാലിലും നടക്കില്ല. ഞാൻ അമ്മയോട് സംസാരിച്ചോളാം. എന്നാ ചെല്ല്, പോയി പറ. എന്താ അമ്മ കാര്യം? മഞ്ജുവിനോട് സംസാരിച്ചോ? സംസാരിച്ചു. മഞ്ജു. അമ്മേ, ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ പറയാം. അയ്യോ, ഇപ്പൊ തന്നെ പറയണം. ഒന്ന് വരൂ അമ്മേ. ഇന്നത്തോടെ നിന്റെ കളി എല്ലാം അവസാനിക്കും. എന്താടോ ഇത്ര അടിയന്തരമായി പറയാനുള്ളത്? പറയാനുള്ളത് എനിക്കല്ല, ദേ അവർക്കാ. എന്താ കാര്യം? അതെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ചുരുക്കി പറയാം. എന്റെയും മഞ്ജുവിന്റെയും ദാമ്പത്യം നന്നാക്കാനാണെന്നും പറഞ്ഞ് നിങ്ങൾ നടത്തിയ പൂജ ഞങ്ങളെ പിരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഇയാള് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി. അയാളെ നോക്കണ്ട, പാവത്തിന് നല്ല ഇടിയിട്ട് കഴിഞ്ഞിട്ടാ വായ തുറന്നത്. പിന്നെ ഇയാളെ കൊണ്ട് ഇവിടെ ചിലർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ചില വഴിപാടുകളൊക്കെ നിർദ്ദേശിപ്പിച്ചു. ഇയാള് നിങ്ങളെ കണ്ട് പേടിക്കുമായിരിക്കും. എനിക്കാരെയും പേടിയില്ല. അത് വെറുതെ. നിങ്ങൾ പേടിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ സ്ത്രീകളെ തല്ലാറില്ല. അത് സാരമില്ല ഗിരിയേട്ടാ, ഞാൻ തല്ലിക്കോളാം. അല്ലെങ്കിൽ വേണ്ട. ഇവരെ പോലെയുള്ള ഫ്രോഡുകളെ തല്ലി നല്ല ശീലമുള്ള ഒരാളെ വീട്ടിലുണ്ടല്ലോ, എന്റെ ചേച്ചി. ചേച്ചിക്ക് മൂന്നാം മുറ നന്നായിട്ടറിയാം. പിന്നെ നമ്മളെ പൂജയുടെ കാര്യം പറഞ്ഞ് പറ്റിച്ച കേസും ഫയൽ ചെയ്യാം. കോടതിയിൽ പോയാൽ ശിക്ഷ ഉറപ്പാ. ആൾ
ദൈവങ്ങൾക്ക് ഇപ്പൊ നല്ല സമയമല്ല. വെറുതെ റിസ്ക് എടുക്കണ്ട. ഇവര് വലിയ പ്രശ്നക്കാരാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വെരി ഗുഡ്. അകത്ത് പോയി ഞങ്ങൾ പറയുന്നത് പോലെ പറയണം. പിന്നെ ഒരു കാരണവശാലും ഞാൻ സത്യമല്ല അറിഞ്ഞെന്നുള്ള കാര്യം എന്റെ അമ്മ അറിയരുത്. അമ്മ എന്റെ മുന്നിൽ തെറ്റുകാരിയായെന്ന് ഒരിക്കലും അറിയരുത്. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? മോളെ, മോള് തെറ്റുവെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്കേ. കാളേശ്വരി കണ്ടുപിടിച്ച മുഴുവൻ പ്രശ്നമാവും. അമ്മേ, ഞാൻ സത്യമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ശരി, സാരമില്ല. നമ്മൾ ഈ വീട്ടിൽ നടത്തിയ പൂജയുടെ ഫലം ഇവിടെ കാണാനുണ്ട്. എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, അപ്പൊ മഞ്ജു? മഞ്ജു നന്നായി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ കുടുംബത്തിന് അതിന്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങുകയാണ്. എനിക്ക് നാളെ ചെന്നൈയിൽ ഒരു പൂജയുണ്ട്. അതിന്റെ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തണം. പറയാം. എന്താ ഒരു സംസാരം? അമ്മേ, സ്വപ്ന എല്ലാ ദിവസവും 101 പ്രദക്ഷിണം വെക്കുന്നുണ്ട്. അതിലെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? പാവം നടന്ന് വയ്യാണ്ടായി. ഈ വഴിപാടെന്ന് പറയുന്നത് നിങ്ങൾക്കെന്താ തമാശയാണോ? അത് പറയുന്ന ആള് പറയുന്ന രീതിയിൽ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഫലം വേണമെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ ചെയ്തോണം. നല്ല തടിയുണ്ടല്ലോ, നടക്കുന്നതാ നല്ലത്. വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. അമ്മ അവര് പറഞ്ഞത് കേട്ടത് നന്നായി. ആ ഗിരിയെ ശരിക്കും പേടിക്കണം. അവൻ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല ഞാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്തത്. ഗിരിയെയും മഞ്ജുവിനെയും പിരിക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. ഭാനുമതിയും കുഞ്ഞാറ്റയും ആദ്യം എന്നെ കാര്യങ്ങൾ പറയാൻ വിളിച്ചപ്പോ എനിക്ക് തോന്നി ഗിരിയും മഞ്ജുവും തമ്മിൽ അത്ര സ്നേഹം ഉണ്ടാവില്ലാന്ന്. ആ കുട്ടിയെ ഇത്രയും വെറുക്കുന്ന ഒരു അമ്മായിയമ്മയും നാത്തൂനും ഈ വീട്ടിലുള്ളപ്പോൾ അവൾക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ? അതാ പിരിഞ്ഞു പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. എന്നെ കൊണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായി ഞാനത് കരുതി.